ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വ്ളോഗ്, ഇന്നലത്തെ വ്ളോഗ് ക്ലീനിങ് വ്ളോഗായിരുന്നു. അപ്പോൾ ക്ലീനിങ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്തായാലും ഓണം വെക്കേഷന് വന്നതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടവും പല സ്ഥലത്തും പോകാനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ക്ലീനിങ് വ്ളോഗ്സ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ചെയ്യുന്ന സമയത്ത് എടുത്തിട്ട് അത് വരുന്ന വ്ളോഗിൽ കാണിക്കാം കേട്ടോ. പിന്നെ കുറച്ച് വ്ളോഗ്സ് പെൻഡിങ് ഉണ്ട് നമുക്ക്. ഞാൻ ചെന്നൈയിൽ വെച്ചെടുത്ത പാറുവിൻ്റെ ബർത്ത്ഡേക്ക് എടുത്തതൊക്കെ. അപ്പോൾ അതൊക്കെ വരുന്ന വ്ളോഗ്സായിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീനിങ് വരുന്നതിലും ഞാൻ ഓരോ ദിവസം ഇടവിട്ട് നമ്മൾ ചെന്നൈയുടെ വ്ളോഗും ഇതും കൂടെ മിക്സ് ചെയ്ത് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതൊന്നും കൂടെ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വ്ളോഗാണ്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്, ഒരു വിഭവം തന്നെയാണ് നമ്മുടെ എരിശ്ശേരി. പയറും മത്തങ്ങയും കൂടെയുള്ള എരിശ്ശേരിയാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഒഴിച്ചുകൂട്ടാൻ എന്നുള്ള രീതിയിലുള്ളൊരു വേർഷനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. എരിശ്ശേരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഈ ഒഴിച്ചുകൂട്ടാനായിട്ട്, അതായത് നമ്മൾ ചാറുകറിയായിട്ട് നമ്മൾ എരിശ്ശേരി അങ്ങനെ കണക്കാക്കാറില്ല. കുറച്ചും കൂടെ ഇങ്ങനെ ഒരു ഗ്രേവി ഉണ്ടെങ്കിൽ ഒരു കട്ടയായിട്ടാണ് ഇരിക്കാറ്. അപ്പം എരിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണെങ്കിലും എനിക്ക് ആ എരിശ്ശേരി അധികം അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. കാരണം പച്ചയായിട്ട് ജീരകം അരക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല, പെട്ടെന്ന് മട്ടിച്ചു പോകും. പക്ഷേ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ എരിശ്ശേരി ഉണ്ടല്ലോ, അതായത് ഇത് ഒഴിച്ചു കൂട്ടാനായിട്ടുള്ള എരിശ്ശേരിയാണ് കേട്ടോ. ഇത് നമുക്ക് ചാറുകറിയായിട്ട് കഴിക്കാം. നമുക്കങ്ങനെ പെട്ടെന്ന് മടുത്ത് പോകില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ സ്റ്റെപ്സൊക്കെ പറയാം. ആദ്യം നമ്മൾ പയർ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. തലേദിവസം രാത്രി കുതിർത്താനായിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാനത് വേവിച്ചു. എന്നിട്ട് അത് മൊത്തത്തിൽ ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേവിക്കരുത്. അതിൻ്റെ കൂടെ മത്തങ്ങയും കൂടി ഇട്ട് ഞാൻ വേവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, എരിവിനുള്ള മുളക് പൊടിയൊന്നും ഇടണ്ട, ചെറിയൊരു കളറിനുള്ളത് മാത്രം ഒരു നുള്ളിട്ടാൽ മതി. പിന്നെ എരിവിനുള്ള പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. ഒരെണ്ണേ ഇടുന്നുള്ളൂ, മൊത്തത്തിലൊന്നും ഇടുന്നില്ല, കാരണം നമുക്ക് ഇനിയും മുളക് ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയൊന്നുമല്ല, ഞാൻ വേറെ ഒരു ശ്രീസ് വെജ് മെനു എന്നുള്ളൊരു ചാനലിൽ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. ക്രെഡിറ്റ് മുഴുവൻ അവർക്കുള്ളതാണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇത് സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കാറുള്ള ഒരു വിഭവം ആയതുകൊണ്ടാണ് ഞാനത് കാണിക്കണത്. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എരിശ്ശേരി എനിക്ക് ഇഷ്ടമാണെങ്കിലും അധികം അങ്ങോട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് ഉണ്ടാക്കില്ല, ഒരു ഇച്ചിരി ഉണ്ടാക്കുകയുള്ളൂ. കാരണം എല്ലാവർക്കും പെട്ടെന്ന് അങ്ങ് മടുത്ത് പോകും. ഒരു സൈഡ് ഡിഷായിട്ടൊരു ഇച്ചിരി കഴിക്കും എന്നല്ലാതെ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇതിൻ്റെ സീക്രട്ടായിട്ടുള്ള ആ ഒരു എന്താ പറയുക, നമ്മളതിൻ്റെ ടേസ്റ്റ് മേക്കർ എന്ന് പറഞ്ഞത് ഈ സാധനമാണ്. ഒരു ഹാഫ് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക്, നമ്മൾ ഇത് പിരിയമുളക് എടുത്തേക്കുന്നത്, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വറ്റൽമുളക് എടുക്കാം. അപ്പോൾ അത് 2 എണ്ണമൊക്കെ എടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ 3 എണ്ണം എടുത്തിരിക്കുന്നത് പിരിയമുളകാണ്, എരിവ് കുറവായതുകൊണ്ട്. അപ്പോൾ ജീരകം ഇട്ട് ഈ മുളകിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ജീരകവും കൂടി ഇടാം. അപ്പോൾ ജീരകം പെട്ടെന്നൊന്ന് പൊട്ടി വരും, നല്ലോണം മൂത്താൽ മതി. അപ്പോൾ തന്നെ കരിഞ്ഞു പോകാതെ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ വെന്ത് വന്നിരിക്കുന്ന കൂട്ടുണ്ടോ, അതിലേക്ക് തേങ്ങയുടെ ഒപ്പം ഇത് അരച്ചൊഴിക്കും. അപ്പോൾ ഞാൻ തേങ്ങ നേരത്തെ ചിരകിയത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ ജീരകവും മുളകും കൂടെ അരച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് താളിച്ചിടും. ഇതാണ് കറി. അപ്പോൾ താളിച്ചിടുന്നതിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അപ്പം നമ്മളിത് നന്നായിട്ട് മഷി പോലെ അരച്ചിടണം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് അരച്ചിടണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക, അത്രയും അരയണ്ട, ആ ഒരു പരുവത്തിലെടുത്താലും മതി. എന്തായാലും ഒഴിച്ചു കൂട്ടാനായിട്ട് ഈ കറി അടിപൊളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് മഷി പോലെ അരച്ചിട്ടുണ്ടോയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം അരഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, മഷി പോലെ അങ്ങോട്ട് അരഞ്ഞിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇപ്പം മത്തങ്ങ എന്ന് പറഞ്ഞൊരു വിഭവം നമുക്ക് അധികം ഈ പച്ചക്കറിയിൽ തന്നെ അധികം വിഷമൊന്നും അടിക്കാതെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അതിലധികം പുഴുവും കാര്യങ്ങളൊന്നും ഒരുപാട് ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമോ നമ്മുടെ കറി ആയിട്ട് നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്താവുന്നൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും നമുക്ക് കഴിക്കുന്ന വളരെ നല്ലൊരു സാധനമാണ് മത്തങ്ങ. അതുപോലെ പയറും. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ വീട്ടിൽ 1 or 2 പ്രാവശ്യം വെച്ചാലും ആരും വേണ്ടാന്ന് പറയില്ല, എല്ലാവരും കഴിച്ചോളും. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് പറയും ഞാൻ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം എല്ലാവരും വിചാരിക്കും ഇത് ഉണ്ടാക്കാറുള്ളതാണല്ലോ, പക്ഷേ അങ്ങനെയല്ല. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക, ഇതുപോലെ മൂപ്പിച്ചിട്ട്. പക്ഷേ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ.
ഇനി നമ്മളിതിൻ്റെ വേറൊരു ടേസ്റ്റ് വരുന്നത് നമ്മൾ താളിച്ചിടുമ്പോഴാണ്. താളിച്ചിടുമ്പോൾ കടുകിട്ടു, ഇനി കുറച്ച് പച്ചമുളകും കൂടി ഇടാം, കറിവേപ്പില ഇടാം. അതുകൂടാതെ വേറൊരു സാധനം കൂടെ നമ്മൾ ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. അതും കറിയിൽ നല്ലതായിട്ട് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതാണത്, ഉഴുന്നാണ് കേട്ടോ. അപ്പോൾ ഉഴുന്നും കൂടി ഇട്ട് കടുക് താളിച്ചിടുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡും കൂടെ മിസ് ചെയ്യാതെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഉഴുന്നും കൂടെ താളിക്കുമ്പോൾ ചേർക്കണം. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. പക്ഷേ അടിപൊളി കറിയാണ്, ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഓണത്തിൻ്റെ വിഭവങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കുക. അതൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. കായവും കൂടി ഇത്തിരി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ തീരും കേട്ടോ രാത്രി. കാരണം അത്രയും എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഉത്രാടത്തിൻ്റെ ആശംസകൾ ഞാൻ ആദ്യമേ തന്നെ പറയേണ്ടതായിരുന്നു കേട്ടോ, ശരിക്കും വിട്ടുപോയി. അപ്പോൾ ഉത്രാടത്തിന് എല്ലാവരും ഉത്രാടപ്പാച്ചിലായിരിക്കുള്ളൂ. എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. നമുക്ക് നാളെ വീഡിയോ ഉണ്ടാവില്ല, അടുത്ത ദിവസമായിരിക്കുള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.